കൊച്ചിയിൽ നിന്ന് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി വരുന്നുണ്ട്. കൊച്ചിയിൽ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളായ 3 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ പത്തനംതിട്ട സ്വദേശിയായ അഭിജിത്ത് മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. ഇവർ ഓടിച്ചിരുന്ന കാർ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഡാനി തന്നെ ഉണ്ട് നമുക്കൊപ്പം. ഡാനി, ഈ സംഭവത്തിൽ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനാണ് ഇത്തരത്തിൽ നീക്കമുണ്ടായത്. ഇത് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം എങ്ങനെ നടക്കുന്നു? സജിത, മറ്റു 3 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഇവരെ ഫോൺ അടക്കം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സാധിച്ചിരുന്നു. അവരുടെ വിശദാംശങ്ങൾ പോലീസിന് ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരെ കസ്റ്റഡിയിലേക്ക് എടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ അഭിജിത്ത് എന്നൊരാൾ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത്. ഇവർ ഓടിച്ചിരുന്ന കാറ് കഴിഞ്ഞ ദിവസം പോലീസ് ഇടപ്പള്ളിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നത്. അവരുടെ സംഘത്തിലുണ്ടായിരുന്ന അമർനാഥ് എന്നൊരാളുടെ കാറാണ്. അയാളുടെ അമ്മയുടെ പേരിലാണ് ഇത് രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളുള്ളത് കാറിൻ്റെ. എന്നാലും ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. വലിയ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഉണ്ടായത്. കാരണം ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് 18-കാരനായ ഒരു യുവാവിനെ ഇവർ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഈ മേഖലയിൽ SRM റോഡ് എന്ന് പറയുന്നത് എറണാകുളം നോർത്ത് കേന്ദ്രീകരിച്ചുള്ള സ്ഥലമാണ്. അവിടെ നേരത്തെയും നിരവധിയായ ലഹരി കേസുകൾ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പോലീസിൻ്റെ ശ്രദ്ധ ആ ഭാഗത്ത് ഇല്ല എന്നൊരു ആക്ഷേപം, ഗുരുതരമായ ഒരു ആക്ഷേപം അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അവിടെ ഈ കുട്ടികൾ കൂട്ടത്തോടെ പഠിക്കാൻ വന്ന് പലരും തമ്പടിക്കുന്നത് ഈ മേഖലയിലാണ്. പുറമേ നിന്ന് എത്തുന്ന ജില്ലയിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്ന് എത്തുന്നവർ കൂടുതലും ഇവിടെ കുറഞ്ഞ ചെലവിൽ ലോഡ്ജ് സംവിധാനങ്ങളടക്കം ലഭിക്കുന്ന ഒരിടം കൂടിയാണ്. അപ്പോൾ അവിടെ കൂടുതൽ വിദ്യാർത്ഥികൾ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ പലപ്പോഴും ഈ ബഹളങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലതും ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് ശേഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. മദ്യപിച്ചെത്തുന്നത് പതിവാകുന്നെന്ന് പരാതിയുണ്ട്. ഇതിനിടയിലാണ് ഈ അഭിജിത്തും സംഘവും അവിടെ മദ്യപിച്ച് എത്തുകയും അവർ മറ്റൊരാളെ കാണാൻ വേണ്ടി വരികയായിരുന്നു. അത് വിലക്കിയതിനാണ് ഈ ഇപ്പോൾ 18-കാരനായ യുവാവിന് നേർക്ക് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുകയും അയാൾക്ക് നേർക്ക് കാർ ഓടിക്കുകയും ഇയാൾ ബോണറ്റിൽ കുടുങ്ങി. പിന്നീട് നാട്ടുകാർ അവിടെ തടഞ്ഞു നിർത്തുമ്പോഴാണ് താഴെ വീണ് ഈ കുട്ടിയെ രക്ഷപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഒരാളെ പിടികൂടി, അഭിജിത്തിനെ പിടികൂടി നാട്ടുകാർ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. മറ്റു 3 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് എന്നാണ് എറണാകുളം നോർത്ത് പോലീസ് അറിയിക്കുന്നത്. വൈകാതെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. സജിത, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാന വ്യാപകമായുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ കൊച്ചിയിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. ഇത് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് നടക്കുന്നത്.